നമസ്കാരം. യുവർ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ പലർക്കും രോഗങ്ങളെക്കുറിച്ചോ രോഗലക്ഷണങ്ങളെക്കുറിച്ചോ വ്യക്തമായി ധാരണ ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു പനി വന്നാൽ അല്ലെങ്കിൽ ഒരു വേദന വന്നാൽ മാരരോഗമാണോ എന്നൊക്കെ നമ്മൾ സംശയിക്കാറുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നത് നമുക്ക് ഒരു ഡോക്ടറിന്റെ പ്രസക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു ഡോക്ടറാണ്, ഡോക്ടർ KG മാത്യൂസ് ആണ്. അദ്ദേഹം NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പ്രാക്ടീസ് ചെയ്യുന്നു. അദ്ദേഹം അവിടുത്തെ സർജറിയിലാണ് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. സ്വാഗതം ഡോക്ടർ. താങ്ക് യു. വെൽക്കം ടു അവർ ഷോ. പ്രേക്ഷകരായ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാവുന്നതാണ്. ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹെർണിയ എന്ന രോഗത്തെക്കുറിച്ചാണ്. ഹെർണിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ തന്നെ എല്ലാവരെയും ഒരിക്കൽ കൂടി യുവർ ഡോക്ടറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, പലർക്കും ഹെർണിയ എന്ന ടേം കേട്ടിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് ഹെർണിയ എന്ന് സംശയമുണ്ടാവും. ഹെർണിയ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്താണ് ഹെർണിയ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം? എക്സാക്ട്ലി. ഒരു സിമ്പിളായിട്ട് പറയാമെങ്കിൽ ഹെർണിയ വി ക്യാൻ കൺസിഡർ ഒരു സ്വെല്ലിംഗ് പോലെ. ഹെർണിയ പല സ്ഥലത്തും വരാം, പക്ഷെ മോസ്റ്റ് കോമൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന എബ്ഡോമിനൽ വാൾ. എബ്ഡോമിനൽ വാൾ എന്ന് വെച്ചാൽ നമ്മുടെ വയറിന്റെ ഫ്രണ്ടിലുള്ള ഭാഗത്തിൽ അവിടെ ഒരു നീരായിട്ട് വരിക, വെളിയിലായിട്ട് ഒരു ചെറിയൊരു ടെന്നീസ് ബോളോ എന്തെങ്കിലും ആയിട്ട് ഒരു പൊങ്ങി വരും. പല സ്ഥലത്ത് അങ്ങനെ വരാം. ഈ സ്വെല്ലിംഗ് ചിലപ്പം മിക്കവാറും പെയിൻ കാണത്തില്ല. പെയിൻലെസ് ആയിട്ടാണ് സാധാരണ ഹെർണിയ പ്രസന്റ് ചെയ്യുന്നത്. പെയിൻ ഉണ്ടെങ്കിൽ അതൊരു ചെറിയൊരു കോംപ്ലിക്കേഷനാണ്. പക്ഷെ മോസ്റ്റ് ഹെർണിയ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വരുന്നത് പെയിൻലെസ് സ്വെല്ലിംഗ് ആണ്. പെയിൻലെസ് സ്വെല്ലിംഗ് എന്ന് വെച്ചാൽ ഒരു നീരോ മഴയോ എന്തെങ്കിലും ആയിട്ട് വയറിന്റെ ഭാഗത്ത് വരും. തൊടുന്നുണ്ടെ കാണും ഒരു ചെറിയൊരു നീരായിട്ടുണ്ട്, അല്ലെങ്കിൽ ചുമയ്ക്കുന്നുണ്ടെ ചെറുതായിട്ട് ഒരു കയ്യിൽ ഒരു തടസ്സം പോലെ വരും, അത് അങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ അത് മോസ്റ്റ് പ്രോബബ്ലി ഹെർണിയ. ഹെർണിയ പല ടൈപ്സ് ഉണ്ട്. ഫോർ ഇൻസ്റ്റൻസ് എക്സ്റ്റേണൽ ഹെർണിയ, നമ്മളിപ്പം സംസാരിക്കാൻ പോകുന്നത് മോസ്റ്റ്ലി എക്സ്റ്റേണൽ ഹെർണിയസ്. ഇന്റേണലും വരാം, പക്ഷെ അതേപ്പറ്റി നമുക്കിപ്പം അത് മോർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള എക്സ്റ്റേണൽ ഹെർണിയസ് ആൻഡ് എബ്ഡോമിനൽ വാൾ ഹെർണിയസ്. അപ്പം നമ്മുടെ വയറിന്റെ ഫ്രണ്ടിലുള്ള ഭാഗത്ത് അവിടെ ഒരു നീരായിട്ട് വരുക. അവിടുത്തെ മോസ്റ്റ് കോമൺ ആയിട്ട് ഹെർണിയാസ് വരുന്ന 3 ടൈപ്സ് ആണ്. മോസ്റ്റ് കോമൺ ഇൻഗ്വൈനൽ ഹെർണിയ, പിന്നെ വരാൻ നോക്കുന്ന അംബലിക്കൽ ഹെർണിയ, ആ പുക്കളുടെ അടുത്ത് ചെറിയ സ്വെല്ലിംഗ് ആയിട്ട് വരും. ആൻഡ് മൂന്നാമത്തേത് ഡേ ടു ഡേ പ്രാക്ടീസിൽ നമ്മൾ കാണുന്ന എന്തുവാ പറയുന്നത് ഇൻസിഷണൽ ഹെർണിയ ഓർ വെൻട്രൽ ഹെർണിയ. വെരി റൈറ്റ്. ഇൻസിഷണൽ ഹെർണിയ വെൻട്രൽ ഹെർണിയ എന്ന് വെച്ചാൽ പഴയ ഏതാണ്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ആ ഓപ്പറേഷന്റെ ഇടയ്ക്ക് ഓപ്പറേഷൻ ചെയ്ത സ്ഥലം നാച്ചുറലി കുറച്ച് വീക്കാണ്. ആ സ്ഥലത്തിൽ കൂടെ ഒരു ചെറുതായിട്ടൊരു സ്വെല്ലിംഗ് വരും. ദാറ്റ് ഈസ് കോൾഡ് ഇൻസിഷണൽ ഹെർണിയ. ഇതിൽ ഇപ്പൊ മെയിൽ ഫീമെയിൽ അങ്ങനെ കോമൺ ആയിട്ട് പറയാറുണ്ടോ? അതോ കോമൺ ആയിട്ട് ഈ ഇൻസിഷണൽ ഹെയർ അല്ലെങ്കിൽ ഇൻസിഷണൽ ഹെർണിയ കോമൺ ആയിട്ട് വരുന്നത് ഏത് മെയിലിലാണോ ഫീമെയിലാണോ? പല ഹെർണിയാസ് അതൊരു സെക്സ് ഇതുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ഇൻഗ്വൈനൽ ഹെർണിയ വരുന്നത് മോസ്റ്റ് കോമൺ ഇൻ ദ മെയിൽസ്. ഫീമെയിൽസിലും വരാം, പക്ഷേ ഇറ്റ് ഇസ് മച്ച് ലെസ് കോമൺ ഇൻ ദ ഫീമെയിൽസ്. സാധാരണ വരുന്ന ഇറ്റ് ഇസ് ഇൻ ദ മെയിൽസ്. പിന്നെ നമുക്ക് നോക്കാം അംബലിക്കൽ ഹെർണിയ. ആ അംബലിക്കൽ ഹെർണിയ എന്ന് വെച്ചാൽ ആ പുക്കളുടെ അവിടെ ഒരു നീരായിട്ട് വരുന്നത്, അവിടെ മോർ കോമൺ വരുന്നത് ഇൻ ദ ഫീമെയിൽസ്. പിന്നെ നമുക്ക് ഇൻസിഷണൽ ഹെർണിയാസ് എന്ന് വെച്ചാൽ ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് ഹെർണിയ വരുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് ഹെർണിയ വരുന്ന ക്യാൻ ബി ഇൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. ബട്ട് പെർട്ടിക്കുലർലി ഫീമെയിൽസ് ഈ സിസേറിയൻ സെക്ഷൻ കഴിയുന്നപ്പോൾ ആ സിസേറിയൻ സെക്ഷൻ സ്ഥലത്ത് ഹെർണിയ വരാം. പണ്ടൊക്കെ ഇറ്റ് വാസ് ഫെയർലി കോമൺ, ബിക്കോസ് സിസേറിയൻ സെക്ഷൻ നമ്മൾ വെർട്ടിക്കൽ ആയിട്ടായിരുന്നു, ഇങ്ങനെ നേരായിട്ടായിരുന്നു കട്ട് ചെയ്യുന്നത്. സോ അതിനകത്തൂടെ ഇൻസിഷണൽ ഹെർണിയാസ് ഇസ് വെരി വെരി കോമൺ. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഇറ്റ് ഇസ് ട്രാൻസ്വേഴ്സ് ഇൻസിഷൻ, അത് താഴെക്കൂടെ ഹൊറിസോണ്ടൽ ടൈപ്പ് ആ കട്ട്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ടൈപ്പ് കട്ടിനകത്ത് ഹെർണിയാസ് ഇസ് വെരി വെരി അൺകോമൺ. പക്ഷെ ഫീമെയിൽസിന് ഈ ഇൻസിഷണൽ ഹെർണിയാസും അംബലിക്കൽ ഹെർണിയാസും വരാം, പെർട്ടിക്കുലർലി ബിക്കോസ് ഓഫ് സിസേറിയൻ നമ്പർ 1. സെക്കൻഡ്ലി ഈ പ്രഗ്നൻസി കൊണ്ട് റിപ്പീറ്റഡ് പ്രഗ്നൻസി കൊണ്ട് അംബലിക്കൽ ഹെർണിയാസ് വരാം. കുട്ടികളിൽ ഇത് വരാൻ ചാൻസ് ഉണ്ടോ? ഇതിനൊരു ഏജ് ഫാക്ടർ നമുക്ക് പറയാൻ സാധിക്കുമോ? ആക്ച്വലി കുട്ടികൾക്കും ഹെർണിയാസ് വരാം. ദേ ആർ കോൾഡ് കോൺജനിറ്റൽ ഹെർണിയാസ്. ബൈ ബർത്ത് തന്നെ വരാം. പുക്കളുടെ അവിടെ ചെറിയൊരു നീരായിട്ട് വരാം. അതൊക്കെ കോൺജനിറ്റൽ ആയിട്ട് ബൈ ബർത്ത് ഉള്ള പ്രോബ്ലമാണ്. പെയിൻലെസ് ആയിട്ട് റെക്കഗ്നൈസ് ആയിട്ട് നമുക്ക് നോക്കാം. അവിടെ ഒരു പുക്കളിനകത്ത് ഒരു സ്വെല്ലിംഗ് ഉണ്ട്. ആൻഡ് മെനി എ ടൈം അത് ഒന്നും ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതങ്ങ് ഓട്ടോമാറ്റിക് ആയിട്ട് അതങ്ങ് പോകും കുട്ടികളുടെ വരുന്നത്. പിന്നെ ചിലപ്പം ഒരു 2 years 3 years കഴിയുന്ന പോലെ ആയിരിക്കും ഈ ചിലർക്ക് ഇൻഗ്വൈനൽ ഹെർണിയ വരുന്നത്. ആ ഇൻഗ്വൈനൽ ഹെർണിയ ഇൻ ചിൽഡ്രൻ ബേബീസിനൊക്കെ
തന്നെ താൻ പോകത്തില്ല. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അതായത് നമ്മളൊരു യങ് ഏജിലായിരിക്കുമോ ഇത് കോമൺ? ഇപ്പൊ കുട്ടികളിൽ വിട്ട് കഴിഞ്ഞാൽ നമ്മളൊരു യങ് ഏജിലായിരിക്കുമോ ഇത് വരുന്നത്, അതോ ഒരു 20s 30s ആ ഏജിലായിരിക്കും, അതോ കുറച്ചുകൂടെ ഏജ്ഡ് ആയതിനു ശേഷമാണ്? മോസ്റ്റ് കോമൺ ഇസ് അബൌട്ട് 30 to 40 to 50. അപ്പോൾ തേർഡ് ഡിക്കേഡ് ആൻഡ് ഫോർത്ത് ഡിക്കേഡ് മോസ്റ്റ് ഓഫ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന പേഷ്യൻസ് എല്ലാം ഈ യങ്ങർ ഏജ് ഗ്രൂപ്പ് ഇവിടെ. ഓൾഡർ ഏജ് ഗ്രൂപ്പിലും വരാം, പക്ഷെ അവർക്ക് മിക്കവാറും അത് ഓപ്പറേഷൻ ടൈപ്പ് ആവശ്യമില്ല. ഇപ്പൊ ഏതെങ്കിലും ആൾക്കാർ ഒരു റിസ്ക് ഫാക്ടേഴ്സിലുള്ളവരുണ്ടോ? ഇപ്പൊ ഒരു ഇന്ന ആൾക്കാർക്ക് ഈ ഹെർണിയ വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും? അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഹെർണിയ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക്? യെസ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. പെർട്ടിക്കുലർലി ഈ ചിലർ സപ്പോസിങ് സ്ട്രെനുവസ് എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഓരോ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, ഹെവി വർക്ക്, മാനുവൽ വർക്ക്, ഇവർക്ക് ഹെർണിയ വരാൻ ചാൻസസ് കുറച്ച് കൂടുതലാണ്. സെക്കൻഡ് ഫാക്ടർ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് സ്മോക്കിംഗ്. ഈ സ്മോക്കിംഗ് കൊണ്ട് ഹെർണിയ വരാം. ആൻഡ് സ്മോക്കിംഗ് ഇസ് ഡെഫിനറ്റ്ലി റിലേറ്റഡ് ടു ഇൻക്രീസ് ഇൻസിഡൻസ് ഓഫ് ഹെർണിയ. മൂന്നാമത്തെ വെയിറ്റ് കൂടുതലാണെങ്കിലും ഹെർണിയ വരാം. സഡൻ അല്ല, വെയിറ്റ് തന്നെ കൂടി ഒബീസ് ആയിട്ട് സോ അപ്പം 3 factors നമുക്ക് ചെയ്യാൻ ഒക്കുന്ന ടു റിഡ്യൂസ് ദ ചാൻസ് ഓഫ് ഹെർണിയ ഈസ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, വെയിറ്റ് കുറവാക്കി വെക്കുക വിത്തിൻ ദ നോർമൽ റേഞ്ച്, ഒബേസിറ്റി ഉള്ളവർ ശ്രദ്ധിക്കണം, സ്മോക്കിംഗ് നിർത്തണം, ആൻഡ് സെക്കൻഡ്ലി ക്രോണിക് കോഫ്, പർട്ടിക്കുലർലി ആസ്തമാറ്റിക്സ് ഒക്കെ അവർക്ക് ക്രോണിക് കോഫ് ഉണ്ടെങ്കിൽ ഹെർണിയ വരാനുള്ള ചാൻസസ് അധികമാണ്. സോ ഇത് കൺട്രോൾ ചെയ്യണം. ആൻഡ് ലാസ്റ്റ് കോൺസ്റ്റിപ്പേഷൻ, കക്കൂസിന് ഇരുന്ന് കണ്ടിന്യൂസ്ലി മുക്കുന്ന ഹാബിറ്റ് ചിലർക്ക്, എസ്പെഷ്യലി ഈ വെസ്റ്റേൺ ടോയ്ലറ്റ് ഉള്ളതുകൊണ്ട്, സോ യു ക്യാൻ സിറ്റ് മോർ കംഫർട്ടബ്ലി. എസ്പെഷ്യലി യു ക്യാൻ പ്രോബബ്ലി റീഡ് സം പീപ്പിൾ ഹാബിറ്റ് ഉണ്ട് ന്യൂസ് പേപ്പർ വായിക്കുക. സോ ഇങ്ങനെയൊക്കെ ഇരുന്ന് കണ്ടിന്യൂസ് ട്രെയിനിങ് വരുന്ന ആൾക്കാർക്ക് more chances of hernia. ഡോക്ടർ പറഞ്ഞു ഇത് പലപ്പോഴും വേദന ഇല്ലാത്തായിരിക്കും, പെയിൻലെസ് ആയിരിക്കും ഹെർണിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഒരു സിംറ്റം, നമ്മൾ ഒരു പെട്ടെന്ന് നമുക്കുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഈ രോഗമുണ്ടോ നമുക്കൊന്ന് അറിയാൻ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ? പലർക്കും അത് മിക്കവാറും അറിയത്തില്ല. മെനി ടൈംസ് ഇത് കണ്ടുപിടിക്കുന്ന ഒരു മെഡിക്കൽ ചെക്കപ്പിന് പോകുന്നപ്പോൾ ആയിരിക്കും. പണ്ടൊക്കെ ആക്ച്വലി മെനി സ്റ്റഡീസ് ഹെർണിയസിന് വന്നിട്ടുള്ളത് ഈ റിക്രൂട്ട്മെന്റ്, ആർമി റിക്രൂട്ട്മെന്റിന് പോകുന്നുണ്ട് അവർ കണ്ടുപിടിക്കും ഹെർണിയ ഉണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് അയാളെ വി സെൻഡ് ടു ദ സർജൻ, അത് കറക്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ ആർമിയിലെ ഫിറ്റ്നസ് കൊടുക്കുന്നത്. സോ ചിലപ്പം അങ്ങനെ ആയിരിക്കും, ചിലപ്പം റുട്ടീൻ മെഡിക്കൽ ചെക്കപ്സിലായിരിക്കും, ചിലപ്പം അത് കണ്ടുപിടിക്കുന്നത് സഡൻലി തൊടുന്നുണ്ടെ അവിടെ ഒരു ചെറുതായിട്ടൊരു നീര് കാണും. സോ അതെന്തുവാന്ന് നോക്കിയിട്ടായിരിക്കും പേഷ്യന്റ് പോകുന്ന ഡോക്ടറിന്റെ അടുത്ത് പറയുന്നത് അതൊരു ഹെർണിയ. അപ്പോൾ ഇത് നമുക്കൊരു എങ്ങനെയാണ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്? ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ വഴി ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും? വെരി സിമ്പിൾ. ഇത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി വലുതായിട്ടൊരു CT സ്കാനോ MRI ഒന്നും വേണ്ട. സിമ്പിൾ ഫിസിക്കൽ എക്സാമിനേഷൻ കൊണ്ട് അത് ഡോക്ടേഴ്സ് ഇമ്മീഡിയറ്റ്ലി വിത്തിൻ അബൌട്ട് 5 minutes ഡയഗ്നോസ് ചെയ്യാം അത് ഹെർണിയ ഉണ്ടെന്ന്. ആൻഡ് ഇപ്പം അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട്, അൾട്രാസൗണ്ട് സ്കാനും ചെയ്യാം. സപ്പോസിങ് ഒരാൾ ഇൻഗ്വൈനൽ ഹെർണിയ, ആ താഴത്തെ ഭാഗത്ത് ഹെർണിയ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്, അൾട്രാസൗണ്ട് സ്കാൻ പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അയാൾക്ക് ലെഫ്റ്റ് സൈഡിലും തുടക്കമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ വൺസ് നമ്മളിങ്ങനെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെയാണ് അതൊന്ന് ക്യൂർ ചെയ്യാൻ, എന്തൊക്കെ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ആണ് നമുക്ക് ഉള്ളത്, അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഉള്ളത്? പല മെത്തേഡ്സ് ഉണ്ട്. മെയിൻലി ഇറ്റ് ഈസ് ഓൺലി സർജിക്കൽ. സർജറിയാണ് മെയിനായിട്ട്. സർജിക്കൽ മെയിനായിട്ട് അല്ല, ഓൺലി സർജിക്കൽ. ഓൺലി സർജറിയേ ഉള്ളൂ ഇതിനകത്ത് ഉള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ സർജറി 2 ടൈപ്പ് ഉണ്ട്, ഓപ്പൺ സർജറി ഉണ്ട് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി ഉണ്ട്. ദീസ് 2 types ഓഫ് സർജറി ഉണ്ട്. വൺ ഓഫ് ദീസ് 2 ചൂസ് ചെയ്യണം, എങ്ങനെയെങ്കിലും അത് ക്യൂർ ചെയ്യണം. ഡോക്ടറിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരാറുണ്ട്, ഈ ഹെർണിയ റിലേറ്റഡ് പേഷ്യൻസ് കൂടുതലായിട്ട് കാണുന്നത് ഹെർണിയ റിലേറ്റഡ് ആണോ? നമ്മുടെ പല പേഷ്യൻസ് കാണും. ഐ ഡു ഹെർണിയ ഓപ്പറേഷൻസ്, ഗോൾ ബ്ലാഡർ സ്റ്റോൺസ്, അപ്പൻഡിക്സ്, വയറ്റിനകത്തുള്ള ക്യാൻസർ ഓപ്പറേഷൻസ് ഒക്കെ. പക്ഷേ ഹെർണിയ ഇസ് എ സബ്ജക്റ്റ് എനിക്ക് പെർട്ടിക്കുലർലി ഇൻട്രസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ വെരി കോമൺ കണ്ടീഷൻ, ആൻഡ് വെരി കോമൺ കണ്ടീഷൻ മീൻസ് വി ഹാവ് ടു പ്ലാൻ ടു ഗിവ് എ ട്രീറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 100% പെർഫെക്റ്റ്. ആ ലെവൽ വരെ സയൻസ് ഇതുവരെ എത്തിയിട്ടില്ല. ബട്ട് സ്റ്റിൽ വി ട്രൈ ടു ഗിവ് എ പെർഫെക്റ്റ് ട്രീറ്റ്മെൻറ്റ്. സോ ഇപ്പോഴത്തെ
we see many patients with hernia വരുന്നുണ്ട്, and I do either open surgery or more and more we are doing laparoscopic. ഇപ്പോൾ most of the cases ഞാൻ ചെയ്യുന്ന laparoscopic ആയിരിക്കും. പക്ഷേ ചില cases അത് laparoscopic ചെയ്യാൻ ഒക്കാത്ത cases അല്ലെങ്കിൽ അതിന് anesthesia വേണം അത് ചെയ്യാൻ certain indications open surgery പറഞ്ഞു, laparoscopic surgery പറഞ്ഞു. ഇത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ക്ലിയർ ആക്കാം. It's most important as far as the patient is concerned. Laparoscopic എന്ന് വെച്ചാൽ it is minimally invasive keyhole surgery. Laparoscopic surgery, it's a keyhole surgery. അപ്പം keyhole എന്ന് വെച്ചാൽ ചെറിയ കട്ട്സേ ഉള്ളൂ. ഈ ചെറിയ കട്ട്സ് ഉള്ളതുകൊണ്ട് that doesn't mean that laparoscopic surgery minor ആണ്. ചില പേഷ്യൻസ് ചോദിക്കും keyhole ആണല്ലോ, അപ്പം ചെറിയ കട്ട്സേ ഉള്ളൂ, so probably അത് ഓപ്പറേഷൻ ചെയ്തിട്ട് നമുക്ക് immediately വർക്കിന് പോകാം അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാം. No, it is a major surgery. പക്ഷേ cuts are very small, recovery കുറച്ച് faster, and most important laparoscopy advantage is a little technical. അത് മനസ്സിലാക്കാൻ വേണ്ടി you can take a bathtub. ഈ bathtubനകത്ത് സ്റ്റോപ്പർ ഉണ്ടല്ലോ, ഞാൻ പേഷ്യൻസിന് സാധാരണ ഈ സ്റ്റോറി പറയും. bathtubനകത്ത് സ്റ്റോപ്പർ ഉണ്ട്. A hernia is like a hole in the bathtub. അപ്പം ഇത് അടയ്ക്കാൻ വേണ്ടി we have to put a stopper. സ്റ്റോപ്പർ വേണമെങ്കിൽ വെളിയിൽ നിന്ന് ഇടാം അല്ലെങ്കിൽ അകത്തുനിന്ന് ഇടാം. വെളിയിൽ നിന്ന് ഇടാൻ സ്റ്റോപ്പർ ഒരു ഫിസിക്സിൽ പാസ്കൽസ് ലോ ഉണ്ട്. വെള്ളം നിറയുന്ന ചിലപ്പോൾ സ്റ്റോപ്പർ ചാടിപ്പോവും. ഓപ്പൺ സർജറി സ്റ്റോപ്പർ ഇടുന്ന വെളിയിൽ നിന്ന്, ലാപ്രോസ്കോപ്പിക് സർജറി സ്റ്റോപ്പർ ഇടുന്ന അകത്തുനിന്ന്. അപ്പോൾ അകത്തുനിന്ന് ഇടുന്ന എത്രയും വെള്ളം നിറയുന്നോ അത്രയും അത് ടൈറ്റ് ആയിട്ട് ഇരിക്കും. ഓഫ് കോഴ്സ് ഹ്യൂമൻ ബോഡി ഒരു ബാത്ടബിനെ പോലെ അല്ല ബിഹേവ് ചെയ്യുന്നത്, ബട്ട് സ്റ്റിൽ ഒരു സോ വൺ അഡ്വാൻറ്റേജ് ഓഫ് ലാപ്രോസ്കോപ്പി ഈസ് ഫിസിക്കലി we are making use of the Pascal's law. So അപ്പോൾ നമ്മൾ മെഷ് അകത്തുനിന്ന് ഇടുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്ട്രെയിനും ഒക്കെ ചെയ്യുന്ന മെഷ് കുറച്ചുകൂടെ അവിടെ പോയി പിടിക്കുക ചെയ്യുന്നത്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു അതിനകത്തൊരു ടേം പറഞ്ഞു മെഷ് എന്ന് പറഞ്ഞു. എന്താണ് നമ്മൾ ഈ ലാപ്രോസ്കോപ്പി സർജറി അല്ലെങ്കിൽ ഈ സർജറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം മെഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത്? ഇപ്പോഴത്തെ ലാസ്റ്റ് ഒരു 2 decades ആയിട്ട് ഈ ഹെർണിയയുടെ ഭയങ്കര റിക്കറൻസ് ഉണ്ടായിരുന്നു. ഈ 17th century 18th century ഓപ്പറേറ്റ് ചെയ്യുന്നപ്പോൾ hernia operate ചെയ്താൽ about 50% of the cases will recur. Means ഇത് hernia പിന്നെയും വരും. ഇപ്പോഴത്തെ recurrence chances still 0 അല്ല, but once the introduction of the mesh it has come down to less than 1%. അപ്പോൾ 50% ആയിട്ട് less than 1% ആയിട്ടാണ് വന്നിരിക്കുന്നത്. So but still that doesn't mean it is 100% without recurrence. അപ്പം ഈ മെഷ് ഇതിന്റെ മെയിൻ ഇപ്പോഴത്തെ ഒരു ബ്രേക്ക് ത്രൂ ഇൻ സയൻസ്. മെഷ് എന്ന് വെച്ചാൽ ഒരു പോളിപ്രോപ്പിലീൻ മെറ്റീരിയൽ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാമെങ്കിൽ ഇറ്റ് ഇസ് ലൈക്ക് എ മോസ്കിറ്റോ നെറ്റ്. പ്ലാസ്റ്റിക് മോസ്കിറ്റോ നെറ്റ് ഇല്ലേ ഇന്ത്യയിൽ കിട്ടുന്നത്, അതാ ഒരു മെഷ്. ഇൻഫാക്ട് ഓൾമോസ്റ്റ് പ്ലാസ്റ്റിക് മോസ്കിറ്റോ നെറ്റ് ഇസ് ഓൾസോ പോളിപ്രോപ്പിലീൻ. So it is almost the same material like a plastic mosquito net but done in a more refined manner. പ്രേക്ഷകർ, നിങ്ങൾക്ക് നമ്മൾ ഹെർണിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹെർണിയയുടെ ഫാക്ടേഴ്സും അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, എന്താണ് ഹെർണിയ എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. അതിന് മുമ്പ് നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ ഹലോ കോൾ ഡ്രോപ്പ് ആയിരിക്കണം. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും വരാം.